സൺഡേ ശലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ഗാസയിലെ റാഫ റീജിയണിൽ ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലുള്ള ഭാഗത്ത് കുടുങ്ങിപ്പോയ 200-ലധികം ഹമാസ് ഭീകരരെ രക്ഷിക്കാനുള്ള തീവ്ര ശ്രമം ഈജിപ്തും ഖത്തറും തുടരുകയാണ്. അമേരിക്കയുടെ കാൽച്ചുവട്ടിൽ വീണ് എങ്ങനെയെങ്കിലും ഈ ഹമാസ് ഭീകരരെ ഇസ്രായേലിനെ കൊണ്ട് വിടിയിപ്പിക്കണം എന്നാണ് അവരുടെ താല്പര്യം. അതിനായി അവർ പറയുന്ന ഓഫർ, അവരെ പൂർണ്ണമായും ആയുധം വെച്ച് കീഴടങ്ങും. ഈ പറയുന്ന 200 പേര് പൂർണ്ണമായിട്ടും ആയുധം വെച്ച് കീഴടങ്ങും. പകരമായിട്ട് അവർ ഒളിച്ചിരുന്ന മാളങ്ങളെ ഞങ്ങൾ കാണിച്ചു കൊടുക്കാം, ആ മാളം ഇസ്രായേൽ തകർത്തോട്ടെ എന്നൊരു ഓഫറാണ് അമേരിക്കയുടെ മുൻപിൽ ഇവർ വയ്ക്കുന്നത്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത്, ഇവർ ഹമാസ് പറയുന്നത് ഞങ്ങളുടെ 150 ഭീകരരുണ്ട് അവിടെ മാളത്തിൽ കുടുങ്ങിയിട്ടുണ്ടെന്നാണ് ഹമാസ് പറയുന്നത്. ഈജിപ്തും ഖത്തറും പറയുന്നത് 200 പേരെന്നാണ്. പക്ഷേ നിരീക്ഷകരുടെ ഒരു നിഗമനം അനുസരിച്ച് 500ഓളം ആളുകൾ കുടുങ്ങിയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കാരണം പരമാവധി എണ്ണം കുറച്ച് പറഞ്ഞ് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു കണ്ടോളൻസ് വാങ്ങിയെടുത്ത്, ഒരു ക്ഷമ വാങ്ങിയെടുത്ത് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ സാധിക്കുമോ എന്നാണ് ഇവർ നോക്കുന്നത്. എണ്ണം കൂടുതലനുസരിച്ച് ഇസ്രായേൽ അവരുടെ ഭാഗം കൂടുതൽ ടൈറ്റാക്കും എന്നുള്ളത് കൊണ്ട് പരമാവധി എണ്ണം കുറച്ച് പറയുക എന്നുള്ള ഒരു നയമാണ് ഹമാസ് ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ 500ഓളം ആളുകൾ ഈ മാളങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടാവും എന്നാണ് പറയുന്നത്. ഇതിനകത്ത് രസകരമായ കാര്യം, ഇസ്രായേലിൽ അന്ന് അവർ 2023 ഒക്ടോബർ 7 കടന്നു കയറി 251 പേരെ, മരിച്ചവരെയും ജീവനുള്ളവരെയുമായി പിടിച്ചുകൊണ്ടുപോയി ബന്ധികളാക്കി വെച്ചപ്പോൾ അവരൊരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇതുപോലെ ഇസ്രായേലിൻ്റെ കയ്യിൽ ബന്ധികളായിട്ട് പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും എന്നുള്ളത്. ഇസ്രായേലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെ ബന്ധികളെ യാതൊരു ചെലവുമില്ലാതെ കൈ കിട്ടും. കാരണം ഇസ്രായേൽ ഇതിനകത്ത് യാതൊരു മുടക്കുമില്ല. അവർ ആ 53% ഏരിയ യെല്ലോ ലൈൻ വെച്ച് ഡിമാർക്കേറ്റ് ചെയ്തെടുത്തപ്പോൾ ഈ യെല്ലോ ലൈനിന് പുറകുവശത്തുള്ള മണ്ണിനടിയിൽ ഇങ്ങനെ പതുങ്ങിയിരിക്കുന്ന ഇത്രത്തോളം ഹമാസ് ഭീകരർ ഉണ്ടാവും എന്ന് ഇസ്രായേൽ ഒരു തരത്തിലും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോഴാണ് ഇവർ പറയുന്നത് ഈ വെടിനിർത്തൽ എന്ന് പറഞ്ഞ പരിപാടി അറിയുക പോലും ചെയ്യാതെ ഇതിൻ്റെ അടിയിൽ കിടന്നുപോയ ആളുകളാണ് ഈ 200 എന്ന് പറയുന്ന ഹമാസ് ഭീകരർ. അതിൻ്റെ എണ്ണത്തെ സംബന്ധിച്ച് കൃത്യതയില്ല. എന്തായാലും ഇപ്പോൾ നേരത്തെ ഹമാസ് ആളുകളെ പിടിച്ചു വെച്ചുകൊണ്ട് കാര്യങ്ങൾ ഡിക്റ്റേറ്റ് ചെയ്തുവെങ്കിൽ ഇപ്പോൾ ഹമാസ് സ്വയം ഇസ്രായേലിന് ട്രാപ്പിനകത്ത് പോയി കയറി പിടികൊടുത്തുകൊണ്ട് ഇസ്രായേലിന് കൂടുതൽ വെയിറ്റ് നൽകിയിരിക്കുകയാണ്. കാരണം ഇപ്പോൾ ഇസ്രായേലിൻ്റെ കയ്യിലെ ജാമ്യക്കാരായിട്ട് ഹമാസിൻ്റെ ഭീകരര് 200-നും 500-നും ഇടയിലുള്ള ആളുകളുണ്ട് എന്നുള്ളതാണ് വസ്തുത. അവർക്ക് ഇസ്രായേലിൻ്റെ കയ്യിലവരില്ല, മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ്. പക്ഷെ പുറത്തിറങ്ങി വന്നാൽ ആ നിമിഷം വെടി കിട്ടും എന്നവർക്കറിയാം. അപ്പോൾ ഇസ്രായേൽ ഇവിടെ പറയുന്ന മാളവും നിങ്ങൾ കാണിച്ചിട്ടുണ്ട്, ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. അപ്പോൾ അതുകൊണ്ട് ഇവരെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. അവരെ സംബന്ധിച്ച് പറഞ്ഞാൽ പുറത്ത് വന്നാൽ ഞങ്ങൾ വെടിവെക്കും, ഇല്ലെങ്കിൽ വേണമെങ്കിൽ ആയുധം വെച്ച് കീഴടങ്ങി അറസ്റ്റ് വരിച്ച് ഞങ്ങളുടെ ജയിലിൽ പോയി കിടന്നോട്ടെ, ഞങ്ങളവിടെ അവരെ വേണ്ട വിധം നല്ല സൽക്കാരങ്ങളൊക്കെ നൽകി പോറ്റിക്കൊള്ളാം എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ പ്രപ്പോസൽ വരുന്നത്. അല്ലെങ്കിൽ ആയുധം വെച്ച് കീഴടങ്ങുക എന്നൊരു താല്പര്യമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ഈ 250 പേരെ അല്ലെങ്കിൽ 200 പേരെ ആയുധം വെച്ച് കീഴടങ്ങുന്നുണ്ടായില്ല. മുഴുവൻ ഹമാസ് പ്രവർത്തകരും, ഗാസ റീജിയനിലെ മുഴുവൻ ഹമാസ് പ്രവർത്തകരും ഒന്നിച്ച് ആയുധം വെച്ച് കീഴടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ ആവാം എന്നാണ് ഇസ്രായേലിൻ്റെ കഴിഞ്ഞ ദിവസവും ഈ ദിവസവും അവർ പറയുന്ന അവരുടെ നിലപാടിൽ നിന്ന് ശേഷം മാറിയിട്ടില്ല. എന്തായാലും ഖത്തറും ഈജിപ്തും വേർത്ത് പരിശ്രമിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ഇവരെ രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിക്കുമോ എന്ന് നോക്കാൻ വേണ്ടി. അതിനിടയിലൂടെ ഇസ്രായേൽ കാർഡ്സ് IDF-ന് ഉത്തരവ് കൊടുത്തിരിക്കുകയാണ്. ഗാസ റീജിയനിൽ എവിടെയാണെങ്കിലും, അത് ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലുള്ള സ്ഥലത്താണെങ്കിലും ശരി, അല്ല ഹമാസിന്റെ നിയന്ത്രണ സ്ഥലത്താണെങ്കിലും ശരി, തുരങ്കങ്ങൾ പൂർണ്ണമായും നശിപ്പിക്കുക എന്നുള്ള ഒരു ഉത്തരവ് കൊടുത്തിരിക്കുകയാണ്. കാരണം ഇനി ഇസ്രായേലിനെ സംബന്ധിച്ച് നോക്കാറില്ല. നേരത്തെ അവർ തുരങ്കങ്ങൾ നശിപ്പിക്കുമ്പോൾ അവരുടെ ബന്ധികൾ തുരങ്കങ്ങൾക്കകത്തുണ്ടോ എന്നുള്ളൊരു ഭയമാണ് അവരെ അത് നശിപ്പിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചിരുന്നത്. ഇപ്പോൾ അവരെ സംബന്ധിച്ച് അങ്ങനെ നോക്കാനില്ല. കാരണം എല്ലാ ജീവനുള്ള ബന്ധികളെയും എല്ലാം തിരിച്ചു കെട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് ഇസ്രായേൽ കാർഡ്സ് മുഴുവൻ തുരങ്കങ്ങളും മുൻപിന് നോക്കാതെ തകർത്ത് കളയുവാനുള്ള ഉത്തരവ് ഈ IDF-ന് കൊടുത്തിട്ടുണ്ട്. അതിനിടയിലൂടെ ഒരു ഡെഡ് ബോഡി കൂടി ഹമാസ് ഇസ്രായേൽ തിരിച്ചു കൊടുത്തത് ഒരു ടുണീഷ്യക്കാരൻ്റെതാണ്. ഇസ്രായേൽ ഒരു കിബുട്സിൽ ജോലി ചെയ്യുന്ന ഒരു ടുണീഷ്യക്കാരനാണ്. അപ്പം മൊത്തം ഇപ്പോൾ തിരിച്ചു കൊടുക്കപ്പെട്ട ബോഡികൾ കഴിച്ച് ഇനി ഹമാസിന്റെ കയ്യിൽ 6 ഡെഡ് ബോഡികൾ കൂടി ഉണ്ട് എന്നാണ് കണക്ക്.
അവരിങ്ങനെ കൊടുക്കാൻ വൈകിക്കുന്നതാണ്, അവരുടെ റെഡിയാണ്. ഇങ്ങനെ വൈകിപ്പിച്ച് എങ്ങനെയെങ്കിലും സെക്കൻഡ് സ്റ്റേജിലേക്ക് പോകുന്നത്, അതായത് ഡിസാം അമെൻഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങേണ്ട ആ ഒരു സ്റ്റേജ് അതെങ്ങനെയെങ്കിലും വൈകിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ താല്പര്യം. അതിനിടയിലൂടെ ഈജിപ്ഷ്യൻ അതിർത്തിയിൽ നിന്ന് ഡ്രോണിൽ ആയുധം കടന്ന് ഇസ്രായേൽ പിടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ഡ്രോണ് അതിർത്തി കടന്നു വരികയും അത് ഇസ്രായേൽ കാവൽക്കാരുടെ ശ്രദ്ധയിൽപ്പെടുകയും അവരത് വെടിവെച്ച് താഴെയിടുകയും ആ ഡ്രോണിൽ നിന്ന് 3 ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള 3 തോക്കുകൾ വഹിച്ചുകൊണ്ടാണ് ആ ഡ്രോൺ ക്രോസ് ചെയ്ത് വന്നിരുന്നത്. നേരത്തെ ഇതൊരു സ്ഥിരം പരിപാടിയായിരുന്നു, ഇപ്പോഴത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈജിപ്ത് വീണ്ടും ആ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇസ്രായേൽ പറഞ്ഞു, ഈജിപ്തിൽ നിന്ന് ആയുധങ്ങൾ കടത്തിക്കഴിഞ്ഞാൽ അത് ഈജിപ്ത് ഇസ്രായേലിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നതായി പരിഗണിച്ചുകൊണ്ട് ഈജിപ്തിനെതിരെ യുദ്ധം ചെയ്യും എന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനിയും ഇത്തരത്തിൽ ആയുധങ്ങൾ കടന്നു വന്നാൽ അത് യുദ്ധ സമാനമായ സാഹചര്യം ഉണ്ടാക്കും, ഞങ്ങൾ ഈജിപ്തിനോട് യുദ്ധം പ്രഖ്യാപിക്കും എന്ന് ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈജിപ്ത് പറയുന്നത് ഞങ്ങളുടെ അറിവോടെയല്ല, പക്ഷെ അവരുടെ ലാൻഡിൽ നിന്ന് വരുന്ന ഒരു ഡ്രോൺ നിശ്ചയമായും അതിന് ഉത്തരവാദിത്വം അവർക്കുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഡ്രോൺ വരികയാണെങ്കിൽ അത് യുദ്ധമായി പരിഗണിച്ചുകൊണ്ട് തിരിച്ചടിക്കും എന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി ഇത് വാഷിംഗ്ടൺ ടൈംസിൽ വന്നൊരു അനാലിസിസ് അവർ പറയുന്നത് ഈ ലെബനീസ് മോഡലാണ് ലെബനോണിൽ സംഭവിച്ച കാര്യങ്ങൾ, ഇതിനു മുൻപ് ലെബനോണിൽ സംഭവിച്ച കാര്യങ്ങളാണ് ഹമാസും ഇസ്രായേലും മോഡലായി എടുക്കുന്നത് എന്നാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. അതായത് ലെബനോണിൽ ആദ്യം സംഭവിച്ചത് ഹിസ്ബുള്ള ലെബനോണിൽ പിടിമുറുക്കുകയാണ് ചെയ്തത്. ഇറാന്റെ ഒരു കൈയായിട്ടുള്ള ഹിസ്ബുള്ള അവർക്ക് ആവശ്യമായ ആയുധങ്ങൾ മുഴുവൻ ഇറാഖിൽ നിന്ന് ഇസ്രായേൽ വഴി കടത്തി ഇറാനിൽ നിന്ന് അത് ഇറാഖിലേക്ക് കടത്തുന്നു, ഇറാഖിൽ നിന്ന് അത് സിറിയയിലേക്ക് കടത്തുന്നു, സിറിയയിൽ അന്ന് അസാദിന്റെ ഭരണമാണ്, ഇറാന് ഫ്രീ ആക്സസ് ആണ്, എന്ത് വേണമെങ്കിലും ചെയ്യാം, ഇറാന്റെ സ്വന്തം ആളാണ്. അപ്പൊ അവിടെ നിന്ന് ഇത് ഇഷ്ടംപോലെ ഇങ്ങനെ ലെബനോണിലേക്ക് കടത്തുന്നു. അങ്ങനെ ലെബനോണിലേക്ക് കടത്തി വെച്ച ആയുധം വെച്ചുകൊണ്ടാണ് ഹിസ്ബുള്ള ലെബനോണിനെ നിയന്ത്രിച്ചിരുന്നത്. അപ്പൊ അവർ ചെയ്തിരുന്ന കാര്യം, ലെബനോണിലെ ഭരണം പ്രധാനമന്ത്രി ആയിക്കൊള്ളട്ടെ, പ്രസിഡന്റ് ആയിക്കൊള്ളട്ടെ, പട്ടാള നേതാക്കന്മാരായിക്കൊള്ളട്ടെ, ഗവൺമെന്റ് ഒഫീഷ്യൽസ് ആയിക്കോട്ടെ, ഡിപ്ലോമാറ്റ്സ് ആയിക്കോട്ടെ, എല്ലാവരും ഹിസ്ബുള്ളയുടെ തോക്കിന്റെ കീഴിലായിരുന്നു. എല്ലാവരുടെ ചെവിയുടെ പുറകിൽ ഹിസ്ബുള്ളയുടെ തോക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഹിസ്ബുള്ള പറയുന്നത് പോലെയാണ് ലെബനോൺ പ്രവർത്തിച്ചിരുന്നത്. പക്ഷെ ലെബനോണിൽ ഹിസ്ബുള്ള പരസ്യമായില്ല, രഹസ്യമായി മാത്രമേ ഉള്ളൂ. ഇപ്പൊ ലെബനോൺ ഒരു സോവറിൻ നേഷൻ ആയതുകൊണ്ട് ഇസ്രായേലിന് ലെബനോണെ ആക്രമിക്കാനാവില്ല. ഇസ്രായേൽ ലെബനോണെ ആക്രമിച്ചു കഴിഞ്ഞാൽ ലെബനോണിന്റെ സോവറിനിറ്റി വയലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ലോകരാജ്യങ്ങളെല്ലാം കൂടെ കിടന്ന് ഒച്ചയിടും. അപ്പം ലെബനോണിന്റെ സോവറിനിറ്റി വയലേറ്റ് ചെയ്യുകയില്ല ഇസ്രായേൽ എന്നുള്ള ഒരു ധൈര്യത്തിൽ ലെബനോണിൽ പതുങ്ങിയിരുന്നുകൊണ്ട് ഇസ്രായേലിന് നേരെ ഗറില്ല ആക്രമണങ്ങൾ നടത്തുക എന്നുള്ളതായിരുന്നു ഹിസ്ബുള്ള നടത്തിയിരുന്ന ടെക്നിക്ക്. അവരോട് പതുങ്ങിയിരുന്നുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ റോക്കറ്റ് ഇസ്രായേലിലേക്ക് അയച്ചുകൊണ്ടിരിക്കും. ഇസ്രായേലിലെ ആളുകൾ മരിക്കും. ഇപ്പൊ ഇസ്രായേലിന് തിരിച്ചടിക്കാൻ നിവൃത്തിയില്ല, കാരണം ഇത് ലെബനോണിന്റെ അതിർത്തിയുടെ ഉള്ളിൽ നിന്നാണ് സംഭവിക്കുന്നത്. അങ്ങനെ ആ ഒരു സാഹചര്യം, അങ്ങനെ ഭരിച്ചിരുന്ന ഒരു സാഹചര്യം, ഈ ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മളുടെ ഹമാസിന്റെ സ്വപ്നത്തിലുള്ളത്. അവരിപ്പോൾ വിചാരിക്കുന്നത് ഈ ഡിസാം അമെൻഡ് എന്ന് പറഞ്ഞ പരിപാടിക്ക് വഴങ്ങി കൊടുക്കാൻ പറ്റില്ല, ആയുധം വെച്ച് കിടങ്ങി ആ പരിപാടി നമുക്ക് പറ്റില്ല, ആയുധം നമ്മുടെ കയ്യിൽ വേണം, ആയുധം പോയി കഴിഞ്ഞാൽ അവരുടെ കാര്യം തീർന്നു. അപ്പം ആയുധം കയ്യിൽ വെച്ചുകൊണ്ട് ഇനി വരാൻ പോകുന്ന ഒരു ഭരണത്തിനെ ഈ തോക്കിൻ മുനയിൽ നിർത്തിക്കൊണ്ട് നിയന്ത്രിച്ച് അവരുടെ സൗകര്യം പോലെ ഇസ്രായേലിലേക്ക് ഓരോരോ മിസൈലുകൾ അയക്കുക, ഇസ്രായേലിലേക്ക് ഓരോരോ ഭീകര പ്രവർത്തനം നടത്തുക. ഇതാണ് ഇപ്പോൾ ഹമാസിന്റെ മുൻപിലുള്ള സ്വപ്നം. എങ്ങനെയെങ്കിലും ഈ ആയുധം നിരായുധരാക്കുക എന്നുള്ളൊരു പരിപാടി അത് ഒഴിവാക്കണം. കാരണം ആയുധം പോയി കഴിഞ്ഞാൽ അവർക്ക് ഭരണം നിയന്ത്രിക്കാനാവില്ല. കാരണം ആയുധം വെച്ചുകൊണ്ടാണ് എല്ലാ കളിയും നടക്കുന്നത്. ആയുധം പോയി കഴിഞ്ഞാൽ ഭരണത്തിൽ വരുന്നവർ ഇവരെ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഇവരെ പരിഗണിക്കുക, ഭരണത്തിൽ സ്വാധീനം കിട്ടുകയില്ല. ഇസ്രായേൽ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ഈ 20 പോയിന്റ് പ്രോഗ്രാം നടപ്പാക്കണമെങ്കിൽ അതിന്റെ സ്റ്റേജ് 2 ആയിട്ട് ഇവരെ പൂർണ്ണമായിട്ടും നിരായുധീകരിക്കുകയും ഇവരെ ഗാസയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യണം. വരാൻ പോകുന്ന ഭരണത്തിൽ ഹമാസിന് യാതൊരു തരത്തിലുള്ള ഇൻവോൾവ്മെന്റും ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പാക്കണം എന്ന് യാതൊരുവിധ സംശയത്തിനും ഇട നൽകാത്ത നിലയിൽ കൃത്യമായ രേഖകൾ ഉണ്ടാക്കിയതിനു ശേഷമാണ് ഇസ്രായേൽ ഇതിനകത്ത് ഒപ്പിട്ടിരിക്കുന്നത്. അപ്പൊ ഇതില് ഈ ഹമാസ് ചെയ്യുന്നത് സ്റ്റേജ് 1 അങ്ങോട്ട് തീരട്ടെ, ഇങ്ങനെ പതുക്കെ ഈ മൃതദേഹങ്ങൾ ഒരാഴ്ചയും 2 ആഴ്ചയൊക്കെ വൈകിപ്പിച്ച് അങ്ങനെ നീട്ടി, പിന്നീട് അത് ഉഴപ്പി അങ്ങോട്ട് തീർത്ത് അവരുടെ ആയുധങ്ങൾ അവർ കയ്യിൽ വെച്ച് എങ്ങനെയെങ്കിലും വരാൻ പോകുന്ന ഭരണം, ഒരു ഇന്റർനാഷണൽ ഭരണകൂടം വരട്ടെ, ആ ഇന്റർനാഷണൽ ഭരണകൂടത്തിനെ നമുക്ക് ഈ തോക്കിൻ മുന്നിൽ നിർത്തി നിയന്ത്രിക്കാം. അപ്പൊ അതിനൊരു സോവറിനിറ്റി ഉണ്ട്. ഇന്റർനാഷണൽ ഭരണകൂടം വന്നു. ആ ഇന്റർനാഷണൽ ഭരണകൂടം എന്ന് പറയുന്നത് ടോണി ബ്ലെയറിന്റെ ഹെഡ്ഷിപ്പിലാണ് വരുന്നത്. സ്വാഭാവികമായിട്ടും യൂറോപ്യൻ രാജ്യങ്ങളുടെയും അറേബ്യൻ പെനിൻസൂലയിലുള്ള രാജ്യങ്ങളുടെയും അറബ് രാജ്യങ്ങളുടെയും മുസ്ലിം നേഷൻസിന്റെയും അമേരിക്കയുടെ പോലും അംഗീകാരമുള്ള ഒരു ഭരണകൂടമാണ്. അതുകൊണ്ട് ആ ഭരണകൂടത്തെ ആക്രമിക്കാൻ ഇസ്രായേലിന് സാധിക്കില്ല. അപ്പൊ അതിന്റെ ഒരു സെക്യൂരിറ്റിയുടെ കീഴിൽ പതുങ്ങിയിരുന്നുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കാൻ സാധിക്കും എന്നൊരു സ്വപ്നമാണ് അവർക്കുള്ളത്. ഇനി ലെബനോണിൽ സംഭവിച്ച രണ്ടാമത്തെ കാര്യം, കഴിഞ്ഞ ഒരു 2 വർഷം മുമ്പ് ഇസ്രായേൽ അതിശക്തമായിട്ട്
ഒരു ഇന്റർനാഷണൽ ക്രൈം വകവയ്ക്കാതെ ലെബനോണിലേക്ക് തിരിച്ചടിക്കുകയും അങ്ങനെ തിരിച്ചടിച്ച് ഹിസ്ബുള്ളയെ കംപ്ലീറ്റ് അടിച്ച് തകർത്ത് നശിപ്പിച്ച് അവരെ കീഴടക്കി ലെബനോണിൽ സ്വതന്ത്രമായ ഒരു ഭരണ സംവിധാനം ഉണ്ടാക്കി. ഹിസ്ബുള്ളയ്ക്ക് നാണം കെട്ട ഒരു വെറുനിർത്തൽ കരാറിൽ ഏർപ്പെടേണ്ടി വന്നു. ഹിസ്ബുള്ളയുടെ നടുവ് ഒടിച്ചു കളഞ്ഞു എന്ന് മാത്രമല്ല, ഹിസ്ബുള്ളയുടെ തലയായിട്ടുള്ള ഇറാനെയും അടിച്ച് തകർത്ത് കളഞ്ഞു. സിറിയയിൽ നിന്ന് അസാദിനെ പറപ്പിച്ചു കളഞ്ഞു. അപ്പം ഹിസ്ബുള്ളയ്ക്ക് ഒരു തരത്തിലും തലപൊക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി. അങ്ങനെ തലപൊക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഹിസ്ബുള്ള ബാക്കിയുള്ള മുഴുവൻ ഭീകര സംഘടനയിൽ നിന്ന് കട്ട് ഓഫ് ചെയ്യപ്പെട്ടു. കാരണം സിറിയ പോയി, സിറിയയിലൂടെ ഇനി ഒരു പണി നടക്കില്ല. അപ്പൊ അതുകൊണ്ട് ഹിസ്ബുള്ള കംപ്ലീറ്റ് ആയി കട്ട് ഓഫ് ചെയ്ത് ഹിസ്ബുള്ള അതിനകത്ത് ബിൽഡപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ബിൽഡപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ ഇസ്രായേൽ അവിടെ കയറി അടിക്കുന്നുമുണ്ട്. കഴിഞ്ഞ 2 ദിവസം ഇസ്രായേൽ കാര്യമായ വ്യോമാക്രമണം ലെബനോണിൽ നടത്തിയിരുന്നു. ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട പല നേതാക്കന്മാരും ഇന്നലെ കഴിഞ്ഞ 2 ദിവസം വധിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ലെബനോൺ ഇതിനെ അപലപിക്കുന്നുണ്ട്. ലെബനോൺ ഭരണകൂടം ഞങ്ങളുടെ രാജ്യത്ത് കയറി ആക്രമിക്കരുത് എന്ന് അപലപിക്കുന്നുണ്ട്. പക്ഷേ പുറകിൽ കൂടെ ലെബനോൺ അങ്ങോട്ട് തിരിഞ്ഞൊന്ന് ചിരിക്കുകയാണ്. കാരണം ഈ ഹിസ്ബുള്ള വളർന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പാരയാകാൻ പോകുന്നത് ലെബനോണിലെ ഭരണകൂടത്തിനാണെന്ന് ലെബനോൺ അറിയാം. അവരെ കൊണ്ട് ഇവരെ നിയന്ത്രിക്കാനാവില്ല. ഇസ്രായേൽ കയറി അടിച്ചോട്ടെ, അവർ കണ്ണടച്ചു കൊടുക്കും. അപ്പൊ അവർ കണ്ണടച്ചു കൊടുത്ത് ഈ ഹിസ്ബുള്ളക്കിട്ട് ഇസ്രായേലിന് ആവശ്യമുള്ള സമയത്ത് കയറി താങ്ങുക എന്നുള്ളതാണ് ഇസ്രായേൽ ചെയ്യുന്നത്. ഈ ഒരു സംഗതി നടപ്പാക്കണമെന്നാണ് ഇസ്രായേലിന് താല്പര്യമുള്ളത്. അതായത് ഈ ഹമാസിനെ അടിച്ച് പരിപ്പാക്കി അവിടെ ഇട്ടിട്ട് ഇസ്രായേലിന് തോന്നുമ്പോൾ കയറി യുവമാർക്കിട്ട് അടിക്കുക. അപ്പം എപ്പോഴെങ്കിലും ഹമാസ് അവിടെ തലപൊക്കാൻ ശ്രമിച്ചാൽ ആ നിമിഷം ഇസ്രായേൽ അവിടെ പ്രവേശിച്ച് അവരുടെ തലയിലെ ബോംബ് വാരിയിടുക, അവന്മാരെ കൊന്നുകളയുക എന്നുള്ള അവരുടെ ആ ഒരു ഓപ്പറേഷൻ സ്റ്റൈലാണ് ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നത്. അതായത് ഇസ്രായേലും പ്രതീക്ഷിക്കുന്ന ഒരു ലെബനോൺ മോഡലാണ്, ഹമാസും പ്രതീക്ഷിക്കുന്ന ഒരു ലെബനോൺ മോഡലാണ്. ഹമാസ് പ്രതീക്ഷിക്കുന്ന കുറച്ച് പഴയ മോഡലാണ്, ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നത് കറണ്ട് മോഡലാണ് എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ എന്നാണ് ആ ആർട്ടിക്കിൾ പറയുന്നത്. അതിനിടയിലൂടെ ഇസ്രായേൽ ഡിപ്ലോമാറ്റിക് ലെവലിലും അവരുടെ ശബ്ദം ഘടിപ്പിക്കുകയാണ്. യൂറോപ്പിനോട് അവർ യൂറോപ്പിന്റെ ഈ ഫ്രാൻസ്, സ്പെയിൻ, സ്വീഡൻ, ബെൽജിയം, UK, ഇറ്റലി, ഗ്രീസ്, ടർക്കി ഈ രാജ്യങ്ങളുടെ ഒക്കെ പാലസ്തീനു വേണ്ടിയുള്ള കോൺസുലേറ്റുകൾ, ഡിപ്ലോമാറ്റിക് ഹൗസുകൾ വർക്ക് ചെയ്യുന്നത് ഈസ്റ്റ് ജെറുസലേമിലാണ്. അപ്പോൾ ഈസ്റ്റ് ജെറുസലേമിൽ ഇരുന്നു കൊണ്ട് ഇവർ പാലസ്തീനു വേണ്ടി സേവനം ചെയ്യുകയാണ്. ഈ രാജ്യങ്ങളുടെ എല്ലാ കോൺസുലേറ്റുകൾ, ഇസ്രായേലിലുള്ള കോൺസുലേറ്റുകൾ ഉണ്ടാവും, അതെല്ലാം വർക്ക് ചെയ്യുന്നത് ടെൽ-അവീവിലാണ്. അപ്പം ഇസ്രായേലുമായിട്ടുള്ള അവരുടെ ഡിപ്ലോമാറ്റിക് റിലേഷൻസിന് വേണ്ടി അവർ സ്ഥാപിച്ചിട്ടുള്ള ഡിപ്ലോമാറ്റിക് സ്ഥാപനങ്ങൾ, കോൺസുലേറ്റുകൾ ഒക്കെ വർക്ക് ചെയ്യുന്നത് ടെൽ-അവീവിലാണ്. ഈ ഈസ്റ്റ് ജെറുസലേമിലുള്ള ഇവരുടെ ഈ കോൺസുലേറ്റുകൾ, ഫ്രാൻസ്, സ്പെയിൻ, സ്വീഡൻ, ബെൽജിയം, UK, ഇറ്റലി, ഗ്രീസ് ആൻഡ് ടർക്കി, ഇവരുടെ കോൺസുലേറ്റുകൾ വർക്ക് ചെയ്യുന്നത് പാലസ്തീനു വേണ്ടിയാണ്. അപ്പം ഇസ്രായേൽ കഴിഞ്ഞ ദിവസം അവരുടെ നെസറ്റ് എന്ന് പറയുന്ന അവരുടെ പാർലമെന്റിൽ ഒരു ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കും. ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു ഡിസ്കഷൻ ഉണ്ടായിട്ടില്ല. ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഡിസ്കഷന്റെ കീ ആയിട്ടുള്ള സംഗതി ഇതാണ്: ജെറുസലേം സോവറിൻ ഇസ്രായേലിന്റെ ഭാഗമാണ്. ജെറുസലേമിന് പാലസ്തീനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് ഇസ്രായേലിന്റെ ക്യാപിറ്റലാണ്. അവിടെ ഇരുന്നു കൊണ്ട് ഇവരുടെ ഡിപ്ലോമാറ്റിക് സ്ഥാപനങ്ങൾ അവിടെ വെച്ചുകൊണ്ട് പാലസ്തീനെ സെർവ് ചെയ്യാൻ പറ്റിയാണ്. അവർക്ക് പാലസ്തീനെ സെർവ് ചെയ്യണം താല്പര്യമുണ്ടെങ്കിൽ അവർ റാമള്ളയിൽ പോയിട്ട് ചെയ്യട്ടെ. റാമള്ള എന്ന് പറയുന്നത് വെസ്റ്റ് ബാങ്കിലെ സ്ഥലമാണ്. വെസ്റ്റ് ബാങ്കിന്റെ ക്യാപിറ്റലായി പരിഗണിക്കപ്പെടുന്ന സ്ഥലമാണ്. അപ്പൊ ഇവരുടെ ഈ കോൺസുലേറ്റുകൾ റാമള്ളയിലേക്ക് മാറ്റി സ്ഥാപിക്കണം എന്നുള്ളതാണ് ഈ ഡിസ്കഷന്റെ അടിസ്ഥാന വിഷയം. സ്വാഭാവികമായിട്ടും അത്തരമൊരു കാര്യം ഇസ്രായേലെ ഇൻസിസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് യൂറോപ്പുമായിട്ടുള്ള ബന്ധങ്ങളിൽ വീഴ്ച വരുത്തും. അപ്പൊ അതിനെ സംബന്ധിച്ച് അതൊരു ഡിപ്ലോമാറ്റിക് വാറിലേക്ക് വരാനുള്ള സാധ്യത. അപ്പൊ ഇസ്രായേൽ പറയുന്നത് ഈ ഇസ്രായേലും യൂറോപ്യൻ രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഷെയർഡ് ഇൻട്രസ്റ്റ് ആണ്. ഇസ്രായേലിന് യൂറോപ്യൻ രാജ്യങ്ങളെ കൊണ്ട് എത്ര ആവശ്യമുണ്ടോ അതിൽ കൂടുതൽ ആവശ്യം യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇസ്രായേലിനെ കൊണ്ടുണ്ട് എന്നുള്ളതാണ് ഇസ്രായേലിന്റെ നിലപാട്. അതുകൊണ്ട് അവരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ 1-to-1 ടേംസ് നെഗോഷിയേറ്റ് ചെയ്താൽ മതി. അല്ലാതെ ഇസ്രായേൽ അവരുടെ ഒരു പ്രൊട്ടക്ഷൻ ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരു രാജ്യം എന്ന നിലയിലുള്ള ഒരു നെഗോസിയേഷൻ വേണ്ട. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ രാജ്യത്തിന്റെ ക്യാപിറ്റൽ കയറി നിങ്ങൾ കളിക്കണ്ട. അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾ പാലസ്തീനികൾക്ക് സേവനം ചെയ്യേണ്ട. നിങ്ങൾക്ക് പാലസ്തീനികൾക്ക് സേവനം ചെയ്യണമെങ്കിൽ നിങ്ങൾ പാലസ്തീനികളുടെ സ്ഥലത്ത് പോയിട്ട് സേവനം ചെയ്തുകൊള്ളൂ എന്നാണ് പറയുന്നത്. ഈ ഒരു രാജ്യവും പാലസ്തീനിൽ കോൺസുലേറ്റ് സ്ഥാപിക്കാൻ താല്പര്യപ്പെടുകയില്ല. കാരണം പാലസ്തീനികളുടെ സ്വഭാവം എല്ലാവർക്കും നല്ല നിശ്ചയമാണ്. ഏത് നിമിഷവും തോക്കും കൊണ്ട് കയറി വന്ന് തലക്കെട്ടി വെടിവെക്കും. എന്നാ ഉപകാരം കിട്ടിയാലും അവർ ഓർക്കത്തില്ല. കിട്ടിയ ഉപകാരമൊക്കെ വേറെ കാര്യം. പക്ഷെ നിങ്ങൾ നമ്മുടെ മതക്കാരല്ല, അല്ലെങ്കിൽ നമ്മളുടെ ആളുകളല്ല, നമ്മുടെ ശത്രുക്കളാണ്, നമ്മളുടെ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ശത്രുക്കളാണ്, അതുകൊണ്ട് നിങ്ങളെ തട്ടണം. അങ്ങനെ തട്ടണമെന്ന് തോന്നുന്ന നിമിഷം ഇറാനിൽ നിന്ന് കിട്ടിയ പാഠം അനുസരിച്ച് അവർ വന്ന് തലക്കെട്ടി വെടിവെക്കും. അതുകൊണ്ട് റാമള്ളയിലൊന്നും കോൺസുലേറ്റ് തുറക്കാൻ ഈ പറഞ്ഞ രാജ്യങ്ങൾ ആരും താല്പര്യപ്പെടുകയില്ല. അപ്പൊ അവിടെ വേണമെങ്കിൽ നിങ്ങൾ പോയി തുറന്നു, ഇവിടെ തുറക്കണ്ട. അത് മറ്റു രാജ്യങ്ങളിലേക്ക് അവർ ഒഫീഷ്യലായിട്ട് ഈ വിഷയം പറഞ്ഞിട്ടില്ല. അതിന്റെ ഡിസ്കഷനാണ് ഇപ്പം നെസറ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ
ലേസർ ബേസ്ഡ് ആയിട്ടുള്ള ആയുധങ്ങൾ ഡെവലപ്പ് ചെയ്തതിനു ശേഷം ഇസ്രായേലിന്റെ കോൺഫിഡൻസ് 10 മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട്. മറ്റു രാജ്യങ്ങളുടെ യാതൊരു വിധത്തിലുള്ള സഹായവുമില്ലാതെ തങ്ങളുടെ ആർമിക്ക് അറബ് നേഷൻസിനോട് പിടിച്ചു നിൽക്കാൻ കഴിയും എന്നുള്ള ശക്തമായ ബോധ്യത്തിന്റെ പുറത്താണ് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നത്. കൂടാതെ ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ പാലസ്തീനെ അംഗീകരിച്ച് ഇസ്രായേലിനെ അപമാനിച്ചു എന്നുള്ള വലിയ ഒരു ഫീലിംഗ് ഇസ്രായേലിനെ ഹോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടും കൂടിയാണ് അവർ പറയുന്നത്, നിങ്ങൾക്ക് പാലസ്തീനോട് വല്ലാത്ത സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ പാലസ്തീനിൽ തന്നെ പോയി നിങ്ങളുടെ കോൺസുലേറ്റുകൾ സ്ഥാപിച്ച് അവരെ സെർവ് ചെയ്തോളൂ. ഞങ്ങളുടെ രാജ്യത്ത് നിങ്ങളുടെ കോൺസുലേറ്റുകൾ വെച്ച് ഞങ്ങളുടെ പ്രൊട്ടക്ഷൻ അനുഭവിച്ചുകൊണ്ട് നിങ്ങൾ അവരെ സേവിക്കാൻ നിൽക്കണ്ട എന്നുള്ളതാണ് അവരുടെ താല്പര്യം. അതിനിടയിലൂടെ അസിം മുനിയർ അവരുടെ പാകിസ്ഥാൻ ആർമിയിൽ നിന്ന് 20,000 ആളുകളെ, പാകിസ്ഥാൻ പട്ടാളക്കാരെ ഗാസയിലേക്ക് അയക്കാമെന്നും അങ്ങനെ ആ പട്ടാളക്കാരെ കൊണ്ട് ഹമാസിന്റെ കയ്യിൽ നിന്ന് തോക്ക് പിടിച്ചു വാങ്ങിപ്പിക്കാമെന്നും ട്രംപിന് പ്രോമിസ് ചെയ്തിരുന്നത് നേരത്തെ തന്നെ ഡിസ്കഷനിൽ വന്നിട്ടൊരു സംഗതിയാണ്. അപ്പൊ ഈ പാകിസ്ഥാൻ ആർമി, അപ്പൊ ട്രംപിനെ സംബന്ധിച്ച് ഈ ഹമാസിനെ ഡിസാം ചെയ്യാൻ പോകാൻ ഒരിടത്തും ആളെ കിട്ടാനില്ല. കാരണം ഒന്നാമത് അത് വലിയ റിസ്കി ബിസിനസ് ആണ്. രണ്ടാമത് മുസ്ലിങ്ങൾക്കെതിരെ പ്രവർത്തിക്കണം എന്നുള്ള മുസ്ലിങ്ങളോടുള്ള ഒരു ഉത്തരവ്. അപ്പൊ ഈ ആർമി, എല്ലാ ആർമികളെ സംബന്ധിച്ച് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പൊ ഈ ഒരു കാര്യം ആസിം മുനീർ പാകിസ്ഥാൻ ആർമിയുടെ മുമ്പിൽ വെച്ചപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും ആർമിയിൽ നിന്ന് എതിർപ്പുണ്ടായി. കാരണം നമ്മൾ ഇസ്രായേലിനോട് യുദ്ധം ചെയ്യാനല്ല അവിടെ പോകുന്നത്, ഇസ്രായേലിനെ സഹായിക്കാൻ വേണ്ടിയാണ്, നമ്മളുടെ ആളുകളോട് യുദ്ധം ചെയ്യാനാണ് പോകുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് താല്പര്യമില്ല. അപ്പൊ ട്രംപ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഈ വരുന്ന ആളുകൾക്ക് ഓരോരുത്തർക്കും $10,000 വെച്ച് കൊടുക്കാം. അപ്പൊ ഈ ഡോളർ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിന് വലിയ മൂല്യമുള്ള സാധനമാണ്. അപ്പം ഒരു ആർമി മേന, ഒരു പട്ടാളക്കാരന് $10,000 എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ കണക്കിന് 28 ലക്ഷം പാകിസ്ഥാൻ രൂപ വരും. അപ്പൊ ഇത് പട്ടാളക്കാരെ സംബന്ധിച്ച് വലിയൊരു അട്രാക്ഷനായി. അപ്പൊ അവർ പോയി കളയാം എന്നൊക്കെയുള്ള രീതിയിൽ പ്ലാൻ ചെയ്തു വന്നു. അപ്പൊ ഈ ഫൈനലായിട്ട് പ്രപ്പോസൽ നെതന്യാഹുവിന്റെ അടുത്തെത്തി. അപ്പൊ നെതന്യാഹുവിന്റെ അടുത്തെത്തി ഇപ്പം നെതന്യാഹു പറഞ്ഞു, പാകിസ്ഥാൻ പട്ടാളക്കാർക്ക് നമുക്ക് മാക്സിമം കൊടുക്കാൻ കഴിയുന്നത് $100 $100 അപ്പുറത്തേക്കുള്ള മൂല്യമൊന്നും പാകിസ്ഥാൻ പട്ടാളക്കാർക്കില്ല. $100 എന്ന് പറയുമ്പോൾ 28,000 പാകിസ്ഥാൻ രൂപയായി. അതിൽ കൂടിയ ഒരു മൂല്യം പാകിസ്ഥാൻ പട്ടാളക്കാർക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ പല രാജ്യങ്ങളിൽ നിന്നാണ് ഈ പട്ടാളത്തിലേക്ക് ആളുകളെ ഓഫർ ചെയ്യുന്നത്. അപ്പൊ അതിൽ ഓഫർ ചെയ്യുന്ന ഓരോ രാജ്യത്തെയും പട്ടാളക്കാർക്ക് ശമ്പളം നിശ്ചയിക്കും. അപ്പൊ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന പട്ടാളക്കാർക്ക് $100 കൂടുതൽ സാലറി കൊടുക്കാൻ മാത്രമുള്ള മൂല്യം പാകിസ്ഥാൻ പട്ടാളക്കാർക്കില്ല. കാരണം ചരിത്രപരമായി 1971 ഇന്ത്യയുമായി യുദ്ധം ചെയ്തപ്പോൾ 97,000 പട്ടാളക്കാർ ഇന്ത്യക്കാരുടെ മുൻപിൽ സാഷ്ടാംഗം വീണ് കീഴടങ്ങിക്കൊടുത്ത ചരിത്രമുള്ള മിലിറ്ററിയാണ്. അത്തരമൊരു മിലിറ്ററിക്ക് അതിൽ കൂടുതൽ മൂല്യമില്ല എന്നാണ് നെതന്യാഹു പ്രഖ്യാപിച്ചത്. കാരണത്ത് ഒരു നല്ല അടി കിട്ടിയ ഫീലിംഗുമായി മുനീർ ഇപ്പോൾ തടവിക്കൊണ്ടിരിക്കുകയാണ്.